ചാക്കോച്ചൻ ആ ചോക്ലേറ്റും കൂടെ ഒക്കെ മാറ്റിയിട്ട് ഈ ലെവലിലേക്ക് കുറച്ചുകൂടെ തുടർന്ന് പോട്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും നല്ല സൂപ്പർ പെർഫോമൻസ്. ഈ പടമാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്നും മോശം പറയാനല്ല, അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം, എട്ടിച്ച് കളഞ്ഞു. ചാക്കോച്ചൻ ഒരു ലാഗ് അങ്ങനെയുള്ള ഒരു സംഭവമല്ല. പടം തുടങ്ങും തോറും നമുക്ക് ത്രില്ലടിച്ച് ലാസ്റ്റുള്ള ആ ഒരു ക്ലൈമാക്സ് സീനുണ്ടല്ലോ പൊന്നോ, അത് പറയാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ വന്ന് കണ്ടാൽ മതി, എന്തായാലും കാണണം. ഇത് OTT വരാമെന്ന് വിചാരിച്ചിരിക്കേണ്ട, തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വന്ന് കാണാം. ഓക്കെ, പുള്ളിയുടെ ഒരു ഏറ്റവും റഫായിട്ടുള്ള പടം കണ്ടാണ്. മൊബൈലിലൊക്കെ കണ്ട നമുക്കൊരു ചോക്ലേറ്റ് വീണ്ടും തോന്നിയായിരുന്നു പുള്ളിയുടെ. പക്ഷേ ഇതൊന്നല്ല, അസൽ ഒരു റഫ് പോലീസുകാരൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ ലെവലേ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മേക്കിങ്ങിൻ്റെ BGM, JXന്റെ BGM കാലഘട്ടം എന്ന് വെച്ചാൽ ഓരോ സീനിനും പുള്ളി ഇടുപ്പനായിട്ടാണ് അതിൻ്റെ ഓരോ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രോലൊരു പടം ഇടിപിടിപ്പിലാണ്. ഇൻട്രോലൊരു ശക്കലം തോന്നിയാലും പക്ഷേ അത് ഫിനിഷിങ്ങിൽ അത് അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. കിടുപ്പം പടം എന്ന് വെച്ചാൽ ഒരു കുഞ്ചാക്കവും പടം. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ഫാമിലിയായിട്ട് വന്ന് കണ്ട പടമാണ്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു ഫാമിലി പടം ഈ തൂക്കി കുഞ്ചാക്കോനെ ഈ വർഷം തൂക്കി ഉറപ്പാണ് ഓട്ടോ. അടിപൊളി. ഒരു സീനിൽ പറയുന്നുണ്ട് പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനറിസത്തിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നാരായണൻ. മച്ചനെന്ത് കൂടി സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ആ ശബ്ദം ഹീറോക്കൊപ്പം നിൽക്കുന്ന വില്ലൻ വേഷം അതിഗംഭീരമായ പെർഫോമൻസ്. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടികളുള്ള എല്ലാവരും ഗ്രേ ആണ്. അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. പിന്നെ JX വിജയുടെ BGM അറിയാലോ, നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ എന്താണ്, അല്ലെങ്കിൽ തന്നെ അഡ്രിനാലിൻ റഷിലുള്ളവരുടെ പ്രഷർ കൂട്ടിയിടുന്ന രീതിയിലുള്ള ഗംഭീരമായ BGM ആണ്. മൊത്തത്തിൽ ശക്തമായ ഒരു പോലീസ് സ്റ്റോറി, അതുപോലെ തന്നെ ശക്തമായ ഒരു ഫാമിലി സ്റ്റോറി, രണ്ടിൻ്റെ മിക്സാണ്. രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ മൂവിയാണ് ഓഫീസർ. ഇന്നലെ പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്ത് തോന്നി? റെസ്പോൺസ് ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫുൾ ഓൺ ക്യാരക്ടറിൽ ചെയ്യുന്നത്. സന്തോഷമുണ്ടായി. പ്രേക്ഷകരാണെല്ലാം തീരുമാനിക്കുന്നത്. അത് കണ്ടിട്ട് ഈ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇപ്പം എല്ലാവരും പറയുന്നത് നായകനെ പറപ്പിച്ച ഒരു വില്ലന്മാരാണ് ഇതിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് സന്തോഷമല്ല. അതിപ്പോൾ എന്താ പറയുക, എത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ഇത്രയും നാട്ടിൻചേരെ പോലുള്ള ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, എല്ലാം സന്തോഷം. ഹാപ്പി. ഈ ഭാഗമാകാൻ പറ്റിയൊരു ഹാപ്പിയാണ്. പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. സിനിമ ഡീൽ ചെയ്യുന്നൊരു വിഷയം ഒരു ഡ്രഗ് റിലേറ്റഡ് ഒക്കെ വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹം തന്നെ ഡ്രഗ് റിലേറ്റഡ് ഭയങ്കര കോമേഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു പടം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള പടമാണ്. ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. ഒരു റിയൽ പ്രോബ്ലം തന്നെയാണ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലും പുറം സ്റ്റേറ്റ്സിലൊക്കെ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ടച്ച് ഓൺ ചെയ്യുന്ന ഒരു ഫിലിം ഇന്ത്യയുടെ മലയാളത്തിൽ ഇത്രയും, പക്ഷേ എന്നാൽ ഒരു എൻറ്റർടൈനിങ് ഫിലിം കൂടെയാണ്. അപ്പോൾ ദാറ്റ്സ് ദ സ്വീറ്റ് സ്പോട്ട്. ഐ തിങ്ക് ആ മെസ്സേജ് അതിലുണ്ട്. കാണുമ്പോൾ അത് ഓർമ്മയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഒരുപാട് നല്ല റോളുകൾ താങ്ക് യു ബ്രോ. ഇൻഷാ അല്ലാ. താങ്ക് യു സോ മച്ച്.